പോകുന്നത്. അതിന് തീപിടിച്ചാണ് അപകടമുണ്ടായത്. നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മളിപ്പോൾ നാട്ടിലേക്ക് തിരികെ പോകാനുള്ളൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ചില പ്രത്യേക സാഹചര്യത്താൽ നമുക്കിന്ന് കുറച്ച് ലേറ്റാக വേണ്ടി വന്നു. കാരണം ഇന്ന് രാവിലെ നടന്ന വളരെയധികം ഭയാനകരമായ സംഭവം ഒരു ട്രെയിനിനെ തീപിടിക്കുകയുണ്ടായി. തിരുവള്ളൂർ സ്റ്റേഷന് സമീപത്ത് വെച്ചുണ്ടായ ഒരു അപകടമായിരുന്നു. പാളം തെറ്റിയതാണെന്നാണ് പറയപ്പെടുന്നത്. ആളപായമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകേണ്ട സമയത്ത് തന്നെ ഇപ്പോൾ ട്രെയിനുകളൊക്കെ വളരെ ലേറ്റായിട്ടാണ് ഇതിൽ കാണിക്കുന്ന സമയങ്ങളൊക്കെ. 8:10 പുറപ്പെടേണ്ട ട്രെയിന് 11 മണിയായിരുന്നു നമുക്ക് കാണിച്ചിരുന്നത്. അതും ലേറ്റായിട്ട് തന്നെ ഇനിയും 12:45 1 മണി ആയിരുന്നാണ് പറയുന്നത്. കാരണം ട്രെയിനിൻ്റെ സമയം ഏതൊന്നും നമുക്ക് ഒന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. ഇവിടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഇരിക്കുന്നത് കാണാം. എല്ലാവരും ഭയങ്കര നിരാശയിലാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പല നാനാ ഭാഗത്തേക്കും പുറപ്പെടുന്ന ട്രെയിനുകളൊക്കെ ഇന്ന് പല ട്രെയിനുകളും ക്യാൻസൽ ചെയ്യപ്പെടുകയുണ്ടായി. കാരണം നമ്മൾ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമായിരിക്കും ഓരോ സമയം നമുക്ക് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക സ്ക്രീനിൽ. அதிவிரைவு இன்றைய தினம் காட்பாடி ரயில் நிலையத்திலிருந்து 10 മണി. ഇവിടെ ഓരോ സമയം അനൗൺസ് ചെയ്യുന്നത് സമയത്തിൽ നിന്നുള്ള മാറ്റങ്ങളാണ്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ലേറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്ത് സാഹചര്യത്തിലും പലർക്കും ഇത് അറിയാൻ സഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ 15 റുപ്യേൻ്റെ വാട്ടർ ബോട്ടിലും നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കഴിക്കാൻ ജസ്റ്റ് നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തതിന് കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രെയിനിൽ കഴിക്കാൻ വെച്ച് എടുത്തതാണ്. പക്ഷേ നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ കഴിക്കണം. ഇവിടെ കണ്ടില്ലേ ഭായിമാർ ഒരിടത്ത് ചോറ്, ഒരിടത്ത് ലുഡോ കളി. ഇതൊക്കെ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ അനുഭവിച്ചറിയണല്ലേ. എന്തായാലും ഇതൊക്കെ നമുക്കൊരു അനുഭവങ്ങളാണ്. ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ ലെവലിലേക്ക് എത്തിക്കുക. ഓക്കെ.